മീനസ് ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് ഭരണങ്ങാനത്തേക്കാണ് വന്നിരിക്കുക. ഭരണങ്ങാനം ടൗണിൽ നിന്നും ഉദ്ദേശം 500 മീറ്റർ ദൂരം മാത്രം മാറി ഹൈവേയിൽ നിന്നും ഒരു ഏകദേശം 500 മീറ്റർ ഹൈവേയിൽ നിന്നും ടൗണിൽ നിന്നൊക്കെയുള്ള ദൂരം. ആ ദൂരത്തിലേക്ക് നമുക്ക് ഒരു 10.5 സെന്റില് ഒരു 2800 സ്ക്വയർ ഫീറ്റ് വീട് 95 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുക. ഇത് ആ വീടിന്റെ മുൻപിലാണ് നിൽക്കുക. നല്ല ഒരു ഗ്രാൻഡായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന, വെള്ളം കയറാത്ത, എന്നാൽ കിണർ വെള്ളം ഇഷ്ടംപോലെ കിട്ടുന്ന നല്ലൊരു മേഖലയാണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത് നമ്മൾ കോട്ടയം ജില്ലയിൽ പാല ഭരണങ്ങാനത്താണ് ഇപ്പോൾ നിൽക്കുക. ഭരണങ്ങാനത്തെ വീതിയുള്ള നല്ലൊരു ടാർ റോഡ് സൈഡിൽ നിന്ന് നമുക്ക് ഇരു സൈഡും ടാർ റോഡായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ സൈഡിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ പ്രോപ്പർട്ടി ആരംഭിക്കുന്നത്. നല്ല വീതിയുള്ള സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക. നല്ല വീതിയുള്ള ഗേറ്റ് തന്നെയാണ്. ഏകദേശം എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത് ഒരു 16 അടി 17 അടി വീതിയുള്ള ഗേറ്റാണ് എന്നെനിക്ക് തോന്നിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങാവുന്ന രീതിയിൽ ഒരു കുട്ടി ഗേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ജോയിൻ്റാണ്. ഇവിടെ നിന്ന് നമ്മുടെ സ്ലൈഡിങ് ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ ആ കുട്ടി ഗേറ്റ് മാത്രമേ തുറന്നിട്ടുള്ളൂ. ഒരു സ്റ്റെപ്പായിട്ട് ഈ ഡോറിനെ ഡയറക്റ്റ് ഫേസ് ചെയ്യാവുന്ന രീതിയിൽ ആണ് ഈ കുട്ടി ഗേറ്റ് കൊടുത്തിരിക്കുക. അവിടെ നിന്ന് നമ്മൾ ബാംഗിൾ സ്റ്റോണൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. നേരെ നമ്മുടെ മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ ഈ വലതുവശത്തൊക്കെ നല്ല ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. ഗാർഡൻ ചെയ്തിരിക്കുന്നതിനോടൊപ്പം നമ്മൾ നല്ല ഒരു നാടൻ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാംഗിൾ സ്റ്റോണൊക്കെ ചെയ്ത് നല്ല വലിപ്പമേറിയ ഒരു കാർ പോർച്ചാണ്. നമുക്കൊന്നുകൂടി കറങ്ങി വരുമ്പോൾ വീണ്ടും കാർ പോർച്ച് കാണാം. ഇതാണ് നമ്മുടെ മുറ്റം. നമ്മുടെ മുറ്റം നല്ല വിശാലമായ മുറ്റമുണ്ട്. 2 നില വീടായതുകൊണ്ട് തന്നെ കൂടുതൽ മുറ്റം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതുണ്ട് കാർ പോർച്ചിൻ്റെ വലിപ്പം കണ്ടോളൂ. കാർ പോർച്ചിൻ്റെ പില്ലറെല്ലാം ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുക. നല്ല മഴയാണ്. ഞാൻ കുട ചൂടിക്കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മുറ്റത്തിൻ്റെ ഭാഗമെല്ലാം നല്ല ഒരു ചെറിയതായിട്ട് ഒരു സ്റ്റെപ്പ് പോലെ കെട്ടി തിരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് കിണർ നിറഞ്ഞു കിടക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഈ സൈഡിലൂടെയുള്ള നമുക്ക് നടക്കുവാനായിട്ടുള്ള പാസേജ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഇൻ്റർലോക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ ഗാർഡൻ സെറ്റിംഗ് എല്ലാം കണ്ടുകൊണ്ട് ഇതൊരു കുറച്ച് സ്ഥലം പ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് പോയ ഈ സ്ഥലം. അതിന് ശേഷം നമ്മുടെ നേരെ ഇവിടെയാണ് നമ്മുടെ അലക്ക് കല്ല്. കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഡോറൊക്കെ കണ്ടു. അതിൽ 2-3 വീടുകളാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെവലപ്പ് ചെയ്ത സ്ഥലത്തിനകത്ത് 3-4 വീടുകളോളം പണി നടക്കുന്നു. ഇതിപ്പം പണി കംപ്ലീറ്റ് ആയി കിടക്കുന്ന വീട്. അപ്പോൾ ഇത് നമുക്ക് പാലാ ഭരണങ്ങാനത്ത് നിന്ന് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട് വരെയുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഒരു വിരൽത്തുമ്പിൽ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് സൗകര്യങ്ങളെല്ലാം ചുറ്റിലുമുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ. അവിടെ നിന്ന് നമ്മുടെ ഈ പ്രോപ്പർട്ടി നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് വന്ന് ഗേറ്റിൻ്റെ അടുത്ത് വന്നു. സിറ്റ് ഔട്ട് നല്ലൊരു ഗ്രാനൈറ്റാണ് ചെയ്തിരിക്കുക. ഇവിടെ നമ്മുടെ ഫ്രണ്ട് പാളികളൊക്കെ കാണാം. എല്ലാം തടി കൊണ്ടാണ്. ചുറ്റിലുമുള്ള ജനൽപ്പാളികളെല്ലാം തടിയായിരുന്നു. ഇത് ഫ്രണ്ട് ഡോറ്, തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് തന്നെ. രൂപക്കൂടിനുള്ള ഒരു രൂപമൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ലൈറ്റ് കൂടി മുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് ജനൽപ്പാളികളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഡബിൾ പാളിയാണ് ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുക. നല്ല ഒരു ഡബിൾ പാളി ഡോറ് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ്. നേരെ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ വിശാലമായൊരു സ്വീകരണ മുറിയാണ് നമ്മളിവിടെ കാണുക. നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി. അതിന് അപ്പുറത്തായിട്ട് സ്റ്റെയർ കേസ് കാണാം. നേരെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നല്ല ഇൻറ്റീരിയർ വർക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. നേരെ ഇവിടെ TV യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. കുറേയധികം ഫാൻസി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നേരെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കോർട്ട് യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്.
താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമുമാണ് ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നല്ലൊരു കോർട്ട്യാർഡ്. കോർട്ട്യാർഡിന് ചുറ്റിലും വാൾ ടൈലൊക്കെ ഒട്ടിച്ച് അവിടെ പബിൾസൊക്കെ ഇട്ട് നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു കോർട്ട്യാർഡ് തന്നെയാണ്. ഇവിടെ നിന്ന് നേരെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ കയറുക. ഡൈനിങ് ഹാള് തടി കൊണ്ടൊരു ചെറിയ പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്കുകൾ നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ വർക്കുകൾ തന്നെയാണ്. ഇവിടെ നിന്നൊരു സെമി ഓപ്പൺ കിച്ചൺ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലാണ് ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഒരു സെമി ഓപ്പൺ കിച്ചൺ എന്ന് തന്നെ രീതിയിൽ പറയാം. ഇതാണ് ഈ സൈഡിൽ നിന്ന് ഓപ്പണിങ്ങും ഉണ്ട്, എന്നാൽ ഇപ്പുറത്തുനിന്ന് ഡോറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സെമി ഓപ്പൺ, നമുക്ക് ഫുഡ് ഇങ്ങോട്ട് വെച്ച് സെർവ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ഓപ്പൺ കിച്ചൺ എന്ന് മാത്രം പറഞ്ഞാൽ വിശേഷിപ്പിച്ചാൽ മതി. അവിടെ നമ്മൾ നേരെ കിച്ചൻ്റെ ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പോവുകയാണ്. നല്ല വലിപ്പം കൊണ്ട് നല്ല ഒരു കിച്ചൺ തന്നെയാണ്. നല്ലൊരു തടി കൊണ്ട് തന്നെയുള്ള വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്കാണ് ഇറങ്ങുന്നത്. ഭരണങ്ങാനം പള്ളിയുമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 1 കിലോമീറ്റർ ദൂരം കണ്ടേക്കും, ഭരണങ്ങാനം പള്ളിയൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭരണങ്ങാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. ഭരണങ്ങാനം ടൗണിൽ പള്ളിയോടനുബന്ധിച്ചുള്ള സ്കൂളുണ്ട്, 1 കിലോമീറ്റർ ദൂരം. ആ സ്കൂൾ ബസ് ഇതുവഴി വരുന്നതാണ്. അതുപോലെ അൽഫോൻസ റെസിഡൻഷ്യൽ സ്കൂളുമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 1 കിലോമീറ്റർ താഴെ ദൂരമാണുള്ളത്. ഒരു 500 മീറ്ററൊക്കെ കൂട്ടിയാൽ മതി. അൽഫോൻസ റെസിഡൻഷ്യൽ സ്കൂളുമായിട്ട് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്കൂൾ ബസ്സും വരുന്നതാണ് ഇതുവഴി. കടകളിലേക്ക് പോകുവാനായിട്ട് ഒരു 400 മീറ്റർ ദൂരം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകൾ നമുക്ക് അവൈലബിൾ ആണ്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഈരാറ്റുപേട്ടയ്ക്ക് ഒരു 9 കിലോമീറ്റർ ദൂരമായിരിക്കും. ഈരാറ്റുപേട്ടയ്ക്ക് ഇവിടുന്ന് ഏകദേശമാണ് പറയുന്നത്. ഏകദേശം ഒരു 9 കിലോമീറ്റർ ദൂരമുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഭരണങ്ങാനത്തു നിന്ന് പാല ഏകദേശം ഒരു 5 കിലോമീറ്ററിനടുത്താണ് ദൂരം. ഇവിടെ നിന്ന് പയ്യയ്ക്ക് പോകാം, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി, അതുപോലെ തന്നെ ഹൈറേഞ്ച് മേഖലയിലേക്കൊക്കെ പോകുവാൻ, അല്ലെങ്കിൽ തൊടുപുഴ മേഖലയിലേക്ക് പോകുവാനൊക്കെ ആയിട്ട് നല്ല സൗകര്യപ്രദമായൊരു ലൊക്കേഷനാണ്. നമ്മൾ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആദ്യത്തെ ബെഡ്റൂം, ഇവിടെ കബോർഡ് വർക്കുകൾ നമുക്ക് ചെയ്തേക്കുന്നത് കാണാം. കബോർഡ് വർക്കുകളൊക്കെ നല്ല കബോർഡ് വർക്കുകൾ ഡ്രസ്സിങ് ഏരിയയിലാണ് കൊടുത്തിരിക്കുക. കബോർഡ് വർക്കുകളുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൽ നല്ല ടൈല് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം സെറായുടെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. സെറ എന്ന് പറഞ്ഞ കമ്പനിയുടെ. ഈ അപ്പുറത്തെ സൈഡിൽ നമുക്ക് പാർട്ടീഷൻ ഷവർ ഏരിയ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് പാർട്ടീഷൻ വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഷവർ ഏരിയ ചെയ്തിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ ഷവർ ഏരിയ, അത് അങ്ങനെ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കാണാനായിട്ട് പോവുകയാണ്. നമ്മൾ ഹോള് കണ്ടു, ഡൈനിങ് കണ്ടു, കോർട്ട്യാർഡ്, അതുപോലെ തന്നെ ഒരു ബെഡ്റൂം, ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്.
അതിനുശേഷം നമുക്ക് മുകളിലത്തെ നില കാണുവാനായിട്ട് പോകാം. ഒരിക്കലും വെള്ളം കയറില്ല എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിലാണ് പോയിൻ്റ് ചെയ്തിരിക്കുക. അങ്ങനെ 2 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി മേളത്തെ നിലയിലേക്ക് പോവാണ്. ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്, നമുക്ക് കാണാം. സ്റ്റെയർ കേസ് നല്ലൊരു സ്റ്റെയർ കേസാണ്. നമ്മൾ നല്ല സ്ലോപ്പുള്ള സ്റ്റെയർ കേസാണ്. അവിടെ ഗ്രാനൈറ്റ് കൊണ്ടാണ് ഗ്രാനൈറ്റാണ് ചെയ്തിരിക്കുക. അങ്ങനെ സ്റ്റെയർ കേസ് കയറി ഇടയ്ക്കൊരു ലാൻഡിംഗ് ഉണ്ട്. ലാൻഡിങ്ങിൽ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ലാൻഡിങ്ങിൻ്റെ സ്പേസിന് ശേഷം നമുക്ക് ഇതാണ് ലാൻഡിങ്, നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമുള്ള ഭാഗം അതിനേക്കാളും വീതിയോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുക. അങ്ങനെ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറി താഴെ 2 ബെഡ്റൂമാണ് കണ്ടത്. മുകളിലും 2 ബെഡ്റൂം. നമുക്ക് ഈ വീടിന് സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 95 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിളാണ്. 10.5 സെൻറ്റ് സ്ഥലമാണ്. 2800 സ്ക്വയർ ഫീറ്റാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് നമ്മൾ ലോൺ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. വീണ്ടും നമ്മൾ മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കയറിയത്. ഇവിടെയും വലിയ കബോർഡുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അവിടുന്ന് നമ്മൾ ഒരു എന്താ പറയുന്നത്, നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങി നമ്മുടെ ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഇവിടെ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാൻ, അല്ലെങ്കിൽ തുണിയിലൊക്കെ ഉണങ്ങാനിടാൻ, അതുപോലെ അങ്ങനെ നമുക്ക് വീട്ടിൽ അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വയ്ക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെയുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. നല്ലൊരു ഏരിയ ഇവിടെ ഉണ്ട്. ആ ഏരിയയിൽ നമുക്ക് അങ്ങനെ സ്പേസ് കിട്ടുന്നതാണ്. വീണ്ടും നമ്മൾ അകത്തേക്ക് കയറി നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണണം. ഇവിടെ ഒരു കോമൺ കിച്ചണാണ്, കോമൺ ടോയ്ലറ്റാണ്. എല്ലാ ബെഡ്റൂമുകളിലും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ. അതുപോലെ തന്നെ കിച്ചൺ വലിപ്പമുള്ളതാണ്. ഹോള് കയറി വരുന്ന ലിവിങ് ഹോളും ഉണ്ട്, അത് നല്ല വലിപ്പമുള്ളതാണ്. അതുപോലെ ഡൈനിങ് ഹോളും ഉണ്ട്. മുകളിലത്തെ നിലയിൽ ഒരു ഫാമിലി ലിവിങ് ഏരിയയും ഉണ്ട്. അങ്ങനെ എല്ലാം നല്ല വലിപ്പം കൊണ്ടും നല്ല ഒരു ഇതായിട്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന നല്ല ഹോളാണ്. നല്ലൊരു വീട് തന്നെയാണ്. ബെഡ്റൂമുകൾക്ക് നല്ല വലിപ്പമുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി വീട് തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം. സൗകര്യങ്ങൾ കൊണ്ട് മെയിൻ ഹൈവേയിൽ നിന്ന് കയറിപ്പോരുന്ന ദൂരം ഇതെല്ലാം നമുക്ക് കാണാം. മെയിൻ ഹൈവേയിൽ നിന്നുള്ള ദൂരമൊക്കെ നമുക്ക് ഏറ്റവും നടന്നു പോകാവുന്ന ദൂരത്തിൽ തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള വീട്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇനിയൊരു ദൃശ്യം കൂടി നമുക്ക് കാണുവാനായിട്ടുള്ളത്, ഈ ഡോറ് തുറന്നിറങ്ങി നമ്മുടെ ബാൽക്കണിയാണ്. നമുക്ക് താഴെ നോക്കിയപ്പോൾ നമുക്കൊരു ബാൽക്കണി ഉണ്ടെന്ന് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഡോറ് തുറന്നിറങ്ങി ബാൽക്കണി ഒന്ന് കാണുകയാണ്. അപ്പോൾ ഇതാണ് നല്ലൊരു ബാൽക്കണി. നല്ലൊരു ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൈവസിയുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വ്യൂവുമുണ്ട്. നല്ലൊരു കാറ്റൊക്കെ കൊണ്ട് മുകളിലിരിക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു ബാൽക്കണിയാണ്. അപ്പോൾ അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങളുമായി മിനിറ്റ് ഹോംസ് നാളെ നിങ്ങളോടൊപ്പം വീണ്ടും ചേരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.